സഞ്ചാർ സാഥി ആപ്പിൽ കൈപൊള്ളി കേന്ദ്ര സർക്കാർ പിൻവാങ്ങി. പൗരന്മാരെ നിരീക്ഷിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഞ്ചാർ സാഥി ആപ്പ് വഴി കളമൊരുക്കുകയായിരുന്നു എന്നാണ് വിമർശനം. എല്ലാ ഫോണുകളിലും സഞ്ചാർ സാഥി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ടെലികോം മന്ത്രാലയം സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് നൽകിയ നിർദ്ദേശം ഏതായാലും പിൻവലിച്ചു. പക്ഷേ ആപ്പ് നിലനിൽക്കും. തട്ടിപ്പുകാരുടെ വിളികളും സന്ദേശങ്ങളും റിപ്പോർട്ട് ചെയ്യാനും ഫോൺ മോഷ്ടിക്കപ്പെട്ടാൽ കണ്ടെത്താനും ഉപകരിക്കുന്നതാണ് ആപ്പ് എന്നാണ് സർക്കാർ വിശദീകരണം. അതേസമയം ഈ ആപ്പിലൂടെ മുഴുവൻ പൗരന്മാരെയും സർക്കാർ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് മറുവാദം. ഓരോ വ്യക്തിയും ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ കേന്ദ്രീകൃത സെർവറിൽ എത്തിക്കൊണ്ടിരിക്കും. ലോകത്ത് ഒരു രാജ്യവും ചെയ്തിട്ടില്ലാത്ത വിധം പൗരന്മാരെ നിരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നായിരുന്നു വിമർശനം. പ്രതിപക്ഷ നേതാക്കളെയും ഉയർന്ന ഉദ്യോഗസ്ഥരെയും നിരീക്ഷിക്കാൻ ചാര സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും സർവത്ര നിരീക്ഷണ സംവിധാനം ഒരുങ്ങുന്നത് ആദ്യമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സഞ്ചാർ സാഥിയാണ്. എവിടെ പോയാലും ഒപ്പമുണ്ടാകുന്ന സഹയാത്രികൻ. ഫോണില്ലാതെ ഇപ്പോൾ ആരും യാത്ര ചെയ്യാറില്ല. ആ യാത്രയെ മുഴുവൻ പകർത്തിയെടുക്കുകയാണ് സഞ്ചാർ സാഥി. വ്യക്തി എന്ന നിലയിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും രാജ്യത്തെ അറിയിക്കേണ്ടതില്ല. നമ്മൾ നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സഞ്ചാരപഥം നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യമാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. നമ്മൾ ഓരോരുത്തരിലും അമിത്ഷാ കണ്ണുവച്ചപ്പോൾ. എന്താണ് സഞ്ചാർ സാഥി ആപ്പ് എന്ന് ചോദിച്ചാൽ നിർബന്ധപൂർവം വന്നു കയറുന്ന ഒന്നായിരുന്നു എന്ന് പറയാം. മുഴുവൻ ഫോൺ നിർമ്മാതാക്കളോടും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ആവശ്യപ്പെട്ട കാര്യമുണ്ട്. ഓരോ പുതിയ ഫോണും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം വിപണിയിൽ ഇറക്കണം എന്നായിരുന്നു അത്. കൂടാതെ നിലവിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫോണുകൾക്കും ഈ ആപ്പ് കൂടി ഉൾപ്പെടുത്തിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അയക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശമാണ് ഇപ്പോൾ പിൻവലിച്ചത്. ആൻഡ്രോയിഡ് ഫോണുകളിൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല. ഫോൺ ആക്റ്റീവ് ആകുന്നതിനൊപ്പം ആപ്പും ആക്റ്റീവ് ആകും. iOS ഫോണുകളിൽ ആപ്പ് ഉണ്ടാകുമെങ്കിലും പ്രത്യേകം രജിസ്റ്റർ ചെയ്യണം. ഈ ആപ്പ് നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യണം എന്നാവശ്യപ്പെട്ട് നവംബർ 28-നാണ് കത്ത് നൽകിയത്. ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്ത സംവിധാനം എന്നായിരുന്നു അന്നത്തെ കത്തിൽ. ഫോൺ പ്രവർത്തിക്കുന്നതിനൊപ്പം ആപ്പും പ്രവർത്തിക്കും. വ്യാപകമായ വിമർശനം ഉയർന്നതോടെ ആ നിർദ്ദേശം ആദ്യം പിൻവലിച്ചു. ആപ്പ് വേണമെങ്കിൽ വ്യക്തികൾക്ക് ഡിലീറ്റ് ചെയ്യാം എന്നായി. ഡിലീറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ആപ്പ് ഉൾപ്പെടുന്ന ഫോണാകും ഇനി കിട്ടുക എന്ന സ്ഥിതി വന്നു. മാത്രമല്ല എല്ലാ ഫോണുകളിലേക്കും നിർബന്ധിത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന നിലയിൽ ഈ ആപ്പ് എത്തുകയും ചെയ്യും എന്നായിരുന്നു അവസ്ഥ. എല്ലാ ആൻഡ്രോയിഡ് ഉപകരണങ്ങളിലും ഫോൺ നമ്പർ ആക്റ്റീവ് ആകുമ്പോൾ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിലേക്ക് സന്ദേശം പോവുകയും നിരീക്ഷണം ആരംഭിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ആനയുടെയും കടുവയുടെയും ഒക്കെ കഴുത്തിൽ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് അയക്കാറുണ്ട്. അവയുടെ സഞ്ചാരപഥം അപ്പോൾ അറിയുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇടുക്കിയിൽ നിന്ന് പിടികൂടിയ അരിക്കൊമ്പന്റെ കഴുത്തിൽ കോളർ ഘടിപ്പിച്ചതാണ് ഒരു ഉദാഹരണം. അരിക്കൊമ്പൻ പോകുന്ന വഴിയെല്ലാം വനം വകുപ്പ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ വ്യക്തിയെയും ടെലികോം മന്ത്രാലയത്തിന് നിരീക്ഷിക്കാൻ അവസരം ഒരുക്കുന്നതാണ് സഞ്ചാർ സാഥി ആപ്പ്. തട്ടിപ്പുകാരുടെ വിളികൾ അറിയാനും സൈബർ അറസ്റ്റുകൾ തടയാനുമാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചത്. എന്നാൽ ഈ ആപ്പ് ഉപയോഗിച്ച് തട്ടിപ്പുകാരുടെ വിളികളും സൈബർ അറസ്റ്റുകളും തടയുന്നത് എങ്ങനെ എന്ന് വിശദീകരിച്ചിട്ടില്ല. നിലവിൽ ട്രൂ കോളർ നൽകുന്ന സംവിധാനത്തിന്റെ വിപുലീകരിച്ച രൂപമാണ് സഞ്ചാർ സാഥി ആപ്പ് നൽകുന്നത്. ഫോണിലേക്ക് ഓരോ വിളി വരുമ്പോഴും വിളിക്കുന്നയാളുടെ പേര് എഴുതി കാണിക്കും. ട്രൂ കോളർ ആപ്പിൽ ഓരോരുത്തരും നൽകുന്ന പേരുകൾ ആണ് എഴുതി കാണിക്കുക. ഒരാൾക്ക് ഏതു പേര് വേണമെങ്കിലും ആപ്പിൽ നൽകാം. എന്നാൽ സഞ്ചാർ സാഥി ആപ്പിൽ സിം എടുക്കുമ്പോൾ രേഖകൾ അനുസരിച്ച് നൽകിയ പേര് എഴുതി കാണിക്കും. ഇതാണ് സഞ്ചാർ സാഥി ആപ്പും ട്രൂ കോളറും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഇത് തന്നെ തട്ടിപ്പുകാർ അവസരമാക്കും എന്നാണ് സൈബർ വിദഗ്ധർ പറയുന്നത്. ആരുടെയെങ്കിലും ആധാർ നമ്പർ ഉപയോഗിച്ച് എടുക്കുന്ന ഫോൺ നമ്പറിൽ നിന്നാകും വിളിക്കുന്നത് അയാൾ ആണെന്ന് കരുതിയാകും നമ്മൾ അടുത്ത നടപടികളിലേക്ക് കടക്കുന്നത്. രാജ്യത്ത് ആയിരക്കണക്കിന് വ്യാജ സിമ്മുകൾ പ്രചാരണത്തിലുണ്ട്. തട്ടിപ്പുകാരുടെ കയ്യിൽ അനവധിയുണ്ട്. നമ്മുടെ പേരിൽ എത്ര സിം ഉണ്ടെന്നറിയാൻ ആപ്പിൽ ലോഗിൻ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ലോഗിൻ ചെയ്യുന്നവർ പരിമിതമായിരിക്കും. തട്ടിപ്പുകാർ കാര്യം നടത്തി മുങ്ങിക്കഴിയുമ്പോഴായിരിക്കും പറ്റിക്കപ്പെട്ടവർ വിവരമറിയുക. ഫോൺ ഉപയോഗിക്കുന്നവരെ കൂടുതൽ കരുത്തരാക്കാനുള്ള ഉപകരണം എന്നാണ്
സഞ്ചാർ സാഥി ആപ്പിനെ കുറിച്ച് സർക്കാർ അവകാശപ്പെടുന്നത്. സൈബർ സുരക്ഷ ഉറപ്പാക്കുന്ന സംവിധാനം എന്നാണ് വിശദീകരണം. ഫോൺ മോഷ്ടിക്കപ്പെട്ടാൽ അത് ബ്ലോക്ക് ചെയ്യാം, നമ്മുടെ പേരിൽ എത്ര മൊബൈൽ കണക്ഷനുകൾ ഉണ്ടെന്നറിയാം, തട്ടിപ്പുകാരുടെ വിളികൾ സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യാം എന്നിവയാണ് ഗുണങ്ങളായി പറയുന്നത്. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനത്തിന് ചക്ഷു എന്നാണ് പേരിട്ടിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പുകാരും മറ്റും ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ട്രാക്ക് ചെയ്യാനും തട്ടിപ്പുകാരുടെ സ്ഥാനം കണ്ടെത്താനും ഈ സംവിധാനം സഹായിക്കും എന്നാണ് വാഗ്ദാനം. തട്ടിപ്പുകാർ അയക്കുന്ന വെബ് ലിങ്കുകൾ തിരിച്ചറിയാൻ ഫോൺ ഉപയോക്താക്കളെ സഹായിക്കുമെന്നും സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. മോഷ്ടിക്കപ്പെട്ട ഫോൺ ബ്ലോക്ക് ചെയ്താൽ ആര് ഉപയോഗിക്കാൻ ശ്രമിച്ചാലും കണ്ടെത്താൻ കഴിയും എന്നതാണ് പ്രധാന നേട്ടം. നിലവിൽ തന്നെ മൊബൈൽ കമ്പനികൾ ഇത്തരം സേവനങ്ങൾ നൽകുന്നുണ്ട്. ആക്റ്റീവ് ആക്കാൻ ശ്രമിച്ചാൽ IMEI നമ്പർ ഉപയോഗിച്ചാണ് കണ്ടെത്തുന്നത്. ആ സംവിധാനം നിലവിൽ തന്നെ ഉള്ളതാണ്. ഫോൺ തിരികെ കിട്ടിയാൽ അൺബ്ലോക്ക് ചെയ്ത് എളുപ്പം ഉപയോഗിക്കാൻ കഴിയുമെന്നും സർക്കാർ അവകാശപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം സംവിധാനങ്ങളെല്ലാം വ്യക്തിവിവരങ്ങൾ ചോർത്താനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോഴുയരുന്ന ആരോപണം. രാജ്യം ഇതിലൂടെ നിങ്ങളെ നിരീക്ഷിക്കുകയാണ്. പൗരന്മാരിൽ വിശ്വാസമില്ലാത്ത ഭരണകൂടമാണ് നിരീക്ഷണം നടത്തുന്നത് എന്നാണ് ആരോപണം. ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ഇങ്ങനെ പൗരന്മാരെ നിരീക്ഷിക്കാൻ ചാരന്മാരെ നിയോഗിച്ചിരുന്നതാണ് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ആപ്പ് നിർബന്ധമായും ഉപയോഗിക്കണം എന്നായിരുന്നു ആദ്യം വന്ന നിർദ്ദേശം. വിവാദമായതോടെയാണ് ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വിശദീകരണവുമായി എത്തിയത്. ആപ്പ് വേണ്ടാത്തവർക്ക് ഡിലീറ്റ് ചെയ്യാം എന്നാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആധാർ നിർബന്ധമാക്കിയപ്പോൾ രാജ്യത്ത് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. വ്യക്തിവിവരങ്ങൾ സർക്കാർ സ്വന്തമാക്കുന്നതിന് എതിരെയായിരുന്നു അത്. പ്രതിഷേധം ഉയർന്നെങ്കിലും ബഹുഭൂരിപക്ഷവും ആധാർ എടുത്തു. പക്ഷേ ആധാറിന്റെ നിർബന്ധിതാവസ്ഥ ഇല്ലാതായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിനുള്ള രേഖയായി പോലും ആധാർ ആദ്യം അംഗീകരിച്ചില്ല. ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ടാണ് ആധാറിനെ 12ാം രേഖയാക്കിയത്. സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കാൻ ആധാർ നിർബന്ധമായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അങ്ങനെ നിർബന്ധിക്കാൻ കഴിയില്ല എന്ന് കോടതി ഉത്തരവുകൾ വന്നു. സഞ്ചാർ സാഥി ആപ്പ് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ഫോൺ ഇപ്പോൾ എല്ലാവരുടെയും അവശ്യ ഘടകമാണ്. ആ ഫോൺ വഴി സർക്കാർ വ്യക്തി വിവരങ്ങളിലേക്ക് കടന്നു കയറുകയാണ് എന്നായിരുന്നു ആരോപണം. ബാങ്കിംഗ് ഉൾപ്പെടെ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം നടക്കുന്നത് ഫോണിലാണ്. അത്തരമൊരു സംവിധാനമാണ് മന്ത്രാലയത്തിന്റെ നിരീക്ഷണ പരിധിയിൽ വരുന്നത്. ആ സംവിധാനത്തിലേക്ക് ഹാക്കർമാർ കടന്നു കയറിയാൽ കൂടുതൽ എളുപ്പത്തിൽ തട്ടിപ്പുകൾ നടത്തും എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏത് സംവിധാനം നടപ്പാക്കും മുമ്പും ആദ്യം വേണ്ടത് പൗരന്മാരുടെ ആശങ്കകൾ ഇല്ലാതാക്കുകയാണ്. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ പിൻവലിക്കേണ്ടി വന്നത്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.